നമുക്കിന്നൊരു നാടകം കാണാൻ പോയാലോ? നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ രക്തരക്ഷസ് നാടകം കാണാൻ പോയതിൻ്റെ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ ഇത്. ഏരീസ് കലാനിലയത്തിൻ്റെ 50 വർഷം മുന്നേ ഇറങ്ങിയ രക്തരക്ഷസ് എന്ന നാടകം ഇന്നത്തെ ടെക്നോളജിയുടെ ഹെൽപ്പോട് കൂടി അവർ പ്രസൻറ്റ് ചെയ്യുന്നതാണിത്. അന്നത്തെ സെയിം സ്റ്റോറി തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ വീട്ടിൽ പപ്പയൊക്കെ ഈ നാടകം കണ്ടിട്ട് വന്ന് അതിനെക്കുറിച്ച് പറയണത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അന്നും അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അന്ന് ചെറുതായതുകൊണ്ട് ഞങ്ങളെ കാണിക്കാൻ കൊണ്ടുപോയില്ലായിരുന്നു. അന്നോട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇത് എന്തെങ്കിലും കാണണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ നാടകം നടക്കുന്ന സ്ഥലത്തെത്തി. അവരുടെ എല്ലാ ഷോയും ഹൗസ്ഫുൾ ആണെന്നാണ് കേട്ടത്. നമ്മൾ കാണാൻ പോയ ഷോയും ഹൗസ്ഫുൾ ആയിരുന്നു. നമുക്ക് നാടകത്തിൻ്റെ സമയത്ത് വീഡിയോസ് എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അധികം വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. മൂവി പോലെ തന്നെ നാടകത്തിൻ്റെ ഇടയിലും ഇൻ്റർവെല്ലൊക്കെ ഉണ്ടായിരുന്നു. തിയേറ്ററിലെ പോലെ തന്നെ ഇവിടെ കഫറ്റീരിയ ഒക്കെ ഉണ്ട്. നമ്മളപ്പോൾ ഇൻ്റർവെല്ലിന് വന്നിട്ട് ചായയും പോപ്കോണും ഐസ്ക്രീമും ഒക്കെ വാങ്ങി. ഞങ്ങൾ നാടകം കാണാൻ പോയ ദിവസം കുറേ സെലിബ്രിറ്റീസൊക്കെ നാടകം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ലോക ഫിലിമിൻ്റെ കോ റൈറ്ററായിട്ടുള്ള ശാന്തി, പിന്നെ അതേപോലെ ഹൃദയം മൂവിയിലെ ആക്ട്രസ് ആയിട്ടുള്ള ദർശന, ഇവരൊക്കെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവെല്ല് കഴിഞ്ഞ് കയറി കഴിയുമ്പോൾ ഉള്ള സെക്കൻഡ് ഹാഫിലെ വിഷ്വൽസൊക്കെ ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഒരു തവണയെങ്കിലും നാടകം കാണണം എന്ന ആഗ്രഹമുള്ളവർക്ക് കാണാൻ പറ്റിയൊരു നാടകം തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൺ സ്റ്റേജിലുള്ള അവരുടെ പെട്ടെന്നുള്ള ട്രാൻസിഷൻസും ലൈറ്റ് ആൻഡ് സൗണ്ട് എഫക്ട്സും എല്ലാം ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ അവർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഷോസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടത്. സോ നിങ്ങൾക്കും എന്തെങ്കിലും ഇത് കാണാനുള്ളൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ. ഞങ്ങൾ എറണാകുളത്ത് ഷോ കണ്ടക്ട് ചെയ്തപ്പോഴാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഷോസ് നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബുക്ക് ചെയ്യാം. ഞങ്ങൾ പോയപ്പോൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അവരുടെ വെബ്സൈറ്റ് ത്രൂ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. നാടകത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും റിവ്യൂസും ഒക്കെ അറിയാനായിട്ട് അവരുടെ ഇൻസ്റ്റാ പേജ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഞങ്ങൾ എറണാകുളത്ത് ഷോ കാണാൻ പോയപ്പോൾ 2 ടൈമിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. വൈകിട്ട് 6 മണിയും രാത്രി 9 മണിയും. ഞങ്ങൾ വൈകിട്ട് 6 മണിയുടെ ഷോയ്ക്കായിരുന്നു പോയത്. ഞങ്ങളിപ്പോൾ കാണാൻ പോയപ്പോൾ കുട്ടികളെ കൊണ്ടുപോയില്ലായിരുന്നു. വിഷ്വലി അങ്ങനെ അത്ര പേടി തോന്നിയില്ലെങ്കിൽ പോലും സൗണ്ട് ചിലപ്പോൾ പ്രശ്നമാവും. ഞങ്ങൾ ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും നെക്സ്റ്റ് ഷോയ്ക്കുള്ള ആളുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനെ നാടകമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.